ഭൂമിയിലുള്ള നമ്മുടെ അമ്മയുടെ മെമ്പേഴ്സിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഏറില് അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും ഏറിൽ നിൽക്കുകയാണ്. ഇപ്പൊ എല്ലാവരും അങ്ങനെ നമ്മുടെ അമ്മ സംഘടന ഏറിൽ പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അകത്തുള്ള അംഗങ്ങൾ പുറത്ത് പോയി നിന്നിട്ട് ഇതിനകത്ത് ഈ സംഘടനയെ തന്നെ കുറ്റം പറയുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മലയാള സിനിമ കിടുകിടാ വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ നമ്മുടെ പ്രമുഖന്മാരെല്ലാം കുടുങ്ങുമെന്നാണ് തോന്നുന്നത്. ഇതൊരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ മലയാള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇപ്പൊ മറ്റുള്ള ഇൻഡസ്ട്രികളുടെ മുന്നിലെ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ 2024 സ്റ്റാർട്ടിങ് തൊട്ട് ഇതുവരെയുള്ള ഫിലിംസ് എടുത്തു നോക്കിയാണ് എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിട്ട് നമ്മളെല്ലാം ടോപ്പ് ലെവലിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു ഫിലിം ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഇപ്പോൾ മലയാള ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എല്ലാം നല്ല കിണ്ണം കാശും അടിപൊളി പടങ്ങളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഇൻഡസ്ട്രികളുടെ നോട്ടവും നമ്മളെ മേലിലാണ്. അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ വൈകുവോളം വെള്ളം കോരിയിട്ട് കലയിട്ട് ഉടച്ച അവസ്ഥയിലാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി മൊത്തം ഒന്ന് നാണം കെട്ടി നീക്കുകയാണ്. സത്യം പറഞ്ഞ ഈ ആരോപണമായിട്ട് വന്ന പെമ്പിളരെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. അവർക്ക് നടന്മാരെന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നടന്മാരെന്നല്ല ഇനി ആരെന്നായാലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ തക്കതായ ശിക്ഷ തന്നെ കിട്ടണം. സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പോലും വിചാരിക്കാത്ത ആൾക്കാരുടെ പേരാണ് ഈ ആൾക്കാർ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇതിൽ ഞെട്ടിപ്പോയ ഒരു ആരോപണം വന്നിരിക്കുന്നത് നമ്മുടെ ജയസൂര്യനെ പറ്റിയാണ്. നിങ്ങൾ ഈ ചെറിയ ക്ലിപ്പ് ഒന്ന് കണ്ടുപോയിക്കാണ്. എനിക്ക് 2008 ഞാൻ ദേ എങ്ങോട്ട് നോക്കിയെന്ന സിനിമ ബാലേന്ദ്രൻ മേനോന്റെ സിനിമയിലോട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഷൂട്ടിംഗ് തന്നെ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു. സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് കയറി അങ്ങ് കെട്ടിപ്പിടിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയും ഉടനെ നമ്മുടെ ലിപ്സിലോട്ട് കിസ്സുകയും ചെയ്തു ജയസൂര്യ. എനിക്കത് ഭയങ്കര ഷോക്കായി. പെട്ടെന്ന് തള്ളി മാറ്റിയിട്ട് ഞാൻ ഓടി പോയത്. താഴെ പോയിരുന്നു. അപ്പം താഴെ എല്ലാവരും ഗ്രൗണ്ടിൽ ജഗദീഷ് ചേട്ടൻ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു. ജഗദീഷ് ചേട്ടൻ വളരെ കംഫർട്ടഡ് ആളായിരുന്നു, വളരെ ഡീസന്റ് ആയിരുന്നു, വെരി ജെന്യൂൻ ആൻഡ് എഡ്യൂക്കേറ്റഡ് ഹീസ് പേഴ്സൺ. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ ക്യാൻ ഷെയർ വിത്ത് പുള്ളിക്കാരൻ്റെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും പുള്ളിക്കാരനും പുറകെ ഓടി വന്നു. ജയസൂര്യൻ പുറകെ ഓടി വെച്ച് എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം എസ് ചോദിക്കും, അതിന് എസ് ഓർ നോ എന്ന് മാത്രം റിപ്ലൈ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മിന്നുവിന് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമാണെങ്കിൽ നമുക്ക് അവിടെ കളാം. അപ്പം എസ് ഓർ നോ എന്ന് പറയാനല്ല പറഞ്ഞു. അപ്പം നോ എന്ന് പറഞ്ഞു. അത്ര വേറെ ഏതോ സിനിമയിലൊക്കെ പുള്ളിക്കാരനായിട്ട് വേണ്ടാന്ന് പറഞ്ഞു, മിന്നു വേണ്ട, യൂസ്ലെസ് ലേഡി. പല സിനിമ റോളുകളും പുള്ളിക്കാരനായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോടാ ഈ പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. എന്നാൽ ഈ മനുഷ്യന്റെ ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് ചെയ്യട്ടാ. നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കേണ്ടെന്നേ. നന്നായിട്ട് സ്നേഹിച്ചാൽ മതി, ആത്മാർത്ഥമായിട്ട് സംസാരിച്ചാൽ മതി. അയാൾ എന്ത് വിചാരിക്കുന്നു അയാളുടെ തോട്ടെടുത്ത് നമ്മൾ തലയിൽ വെക്കണ്ട. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാത്തത് അതെന്റെ വിഷയമല്ല. ആ മോട്ടിവേഷനും ആ ബിജിയും ഒക്കെ കൊള്ളാം. പക്ഷെ കുറ്റം തെളിയാതെ നമുക്ക് ഇങ്ങനെ ഉറപ്പിച്ച് പറയാനും പറ്റില്ല. വേറെ ആരോപണങ്ങൾ മാത്രമാണ് അതൊക്കെ. എന്നാലും എന്റെ ജയേട്ടാ, പുള്ളിക്കാരന്റെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇവർ ഈ പറയുന്ന കാര്യമായിട്ട് അങ്ങോട്ട് മിങ്കിളായി പോകുന്നില്ലല്ലോ. എന്തായാലും സത്യങ്ങൾ പുറത്തു പറഞ്ഞ ഒരു അന്വേഷണങ്ങൾ നടക്കട്ടെ. പിന്നെ ഇവര് ജയസൂര്യനെ മാത്രമല്ല പറഞ്ഞിരിക്കണം, നമ്മുടെ കൊല്ലം MLA മുകേഷ്. ഈ പുള്ളിക്കാരന്റെ വായിന്ന് വന്നാൽ നിങ്ങളൊന്ന് കേട്ടു വയ്ക്കുകയാണ്. അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ പറയുന്നത് മുകേഷ്. എനിക്ക് പല സന്ദർഭങ്ങളിലാണ് എനിക്ക് ഈ പ്രശ്നം ഉണ്ടായത്. കൂടുതലും ലൊക്കേഷൻ വെച്ച് തന്നെയാണ്, അല്ലാണ്ട് ഒന്നും നമ്മൾ കാണാനുള്ള ഇട വരുന്നില്ല. അപ്പൊ ലൊക്കേഷനിൽ വെച്ച് തന്നെ ഇപ്പം മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല്, നീ ആർക്കും കൊടുക്കണ്ടേ മെഴുകുതിരിയുടെ ഉരുക്കോ വാസ്കില്ലേ, വാസ്ക് വെച്ച് അടച്ചു വെച്ചോ, നീ ആർക്കും കൊടുക്കണ്ട എന്നങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെ ഇന്നസെന്റ് ചേട്ടനെ ഞാൻ കണ്ടായിരുന്നു, ഫോൺ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, മിനു ഒരു കാര്യം ചെയ്യും, ഇന്ന വ്യക്തിയെ പോയി കണ്ടിട്ട് അമ്മയിൽ ചേരാൻ പറഞ്ഞു. അമ്മയിൽ ചേരണമെങ്കിൽ 3 സിനിമ കഴിഞ്ഞ് അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാം. ഞാൻ 6 സിനിമയോളം കഴിഞ്ഞായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ പുള്ളിക്കാരൻ വിളിച്ചു, മുകേഷ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാം, ഞാൻ അറിയാതെ അങ്ങോട്ടങ്ങ് നുഴഞ്ഞ് അമ്മയിൽ കയറാന്ന് വിചാരിച്ചല്ലേ. ഞാൻ അറിയാതെ ഒരു സംഭവവും മലയാള സിനിമയിൽ നടക്കില്ല, അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ. എന്റെ പൊന്നെണ്ണ പെണ്ണുങ്ങടുത്ത് ഇമ്മാരുടെ ഡയലോഗാണ് അടിക്കുന്നത്. ഇയാളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ 15 അംഗ ഗ്രൂപ്പിൽ എന്തായാലും ഒരാൾ ഇയാളാവാനാണ് ചാൻസ്. മുകേഷ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാം, ഞാൻ അറിയാതെ അങ്ങോട്ടങ്ങ് നുഴഞ്ഞ് അമ്മയിൽ കയറാന്ന് വിചാരിച്ചല്ലേ. ഞാൻ അറിയാതെ ഒരു സംഭവവും മലയാള സിനിമയിൽ നടക്കില്ല, അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ. ഇതൊക്കെ വേറെ ആരോപണത്തിന്റെ മണ്ടയിൽ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും നമ്മുടെ ഹേമ കമ്മിറ്റിയുടെ കേസാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് വീണ് കിട്ടിയ ഒരു ചാൻസ് ആണ്. അത് അവർ മാക്സിമം യൂസ് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. കടന്തൽ കൂട്ട് ഇളവി പോലെയല്ലേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചിലർ പറയും മലയാളം ഫിലിം ഇൻഡസ്ട്രീനെ തകർക്കാനായിട്ട് ഒരു കൂട്ടം സ്ത്രീകൾ ഇറങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു പെണ്ണിന്റെ മാനം കളഞ്ഞിട്ട് ഇമാതിരി കേസിൽ വന്ന് പറയേണ്ട കാര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സത്യമൊക്കെ കാണുമായിരിക്കും. എന്തായാലും വീണ് കിട്ടിയ ചാൻസിൽ ഇവരെല്ലാരും മാക്സിമം പിടിച്ചു കയറി വരാൻ നോക്കുന്നുണ്ട്. പിന്നെ വന്നൊരു ആരോപണമാണ് നമ്മുടെ നടൻ സിദ്ദിഖ് എന്ന് പറയുമ്പോൾ തന്നെ there is a pattern. അതായത് മെസ്സഞ്ചർ, മെസ്കറ്റ് ഹോട്ടൽ,
വൃത്തിയായിട്ട് കുറെ മെസ്സേജസ്, വാട്സപ്പിലെ മെസ്സേജ്, മോളെ വിളി, ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ സിദ്ദിഖിന്റെ കോമണിലിസം ആയിട്ടുള്ള ഒരു വിഷയമാണ്. മിക്ക സർവൈവേഴ്സിന്റെ എവിഡൻസും വെച്ച് നമ്മൾ പേഴ്സണലി നോക്കും, ഇറ്റ്സ് ഓൾമോസ്റ്റ് കോമൺ. എനിക്ക് മോളെ വിളി തന്നെ അവർക്കും എന്റെ ഫ്രണ്ട്സിനും ഉണ്ടായിരിക്കും. ഞാൻ ഡിസ്കഷൻ റൂമിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ട്രാപ്പിലാവുന്നതും ഇയാൾ ഓൾ ഓഫ് എ സഡൻ ഇയാൾക്ക് സെക്ഷുവൽ ഇൻട്രസ്റ്റ് ഇയാൾ വിളിച്ച് പറയുന്നതും ഒരു അതിക്രമണവും എന്താ ചാടിക്കേറി നമുക്കിത് ഡൈജസ്റ്റ് ആവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വിഷയം ബ്രെയിനിന് ഇങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്ന മുന്നേ, അല്ലെങ്കിൽ ബ്രെയിൻ നമുക്ക് ആ ഒരു സിഗ്നൽ തരുന്നതിന് ആ ഒരു ഷോർട്ട് പീരീഡിന് മുമ്പേ ഇത് ചാടിക്കേറി കഴിഞ്ഞു. ആൻഡ് ലൈക്ക് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. ലൈക്ക് ഹൗ ഷുഡ് ഐ റിയാക്ട്, ഐ ഡോണ്ട് നോ. പേടിയായിരിക്കും നമുക്ക് ആദ്യം വരുന്നത്. ഇത് കണ്ടിട്ട് ഇതിന്റെ അടിയിൽ വന്നിട്ട് ചില ആൾക്കാർ പറയുന്നത് ഇത് അഭിനയമാണെന്ന്. യഥാർത്ഥത്തിൽ റേപ്പിന് വിധേയ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒന്നും പെരുമാറാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്? അപമാനം ഭയന്ന് എല്ലാം ഉള്ളിലൊതുക്കി വിജയെന്ന് കരുതി സ്വയം ആശ്വസിച്ച് നിശബ്ദരായിരിക്കണം എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞു കേട്ടില്ലേ, അവർക്ക് പുറത്ത് പറയാൻ ഇതാണ് പെർഫെക്റ്റ് ടൈം എന്ന് അവർക്ക് തോന്നിക്കാണും. അതുകൊണ്ട് ഇത് പുറത്തു വന്നു. ഇപ്പോഴും ഓരോന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കണതേ ഉള്ളൂ. എന്തൊക്കെ ആവോ എന്തോ. പിന്നെ ഈ പറഞ്ഞ സിദ്ദീഖിന്റെ കേസിൽ വേറെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല്, ഈ ആരോപണം ഉന്നയിച്ച പെങ്കൊച്ചില്ലേ, അവർ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ കൂടെ പഠിച്ച സ്റ്റുഡന്റിന്റെ നഗ്ന വീഡിയോ ഒളിക്യാമറയിൽ പകർത്തിയതിന് ഇവർക്ക് മേലെ കേസ് എന്തോ ഉണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിലും അപ്പുറത്ത് നടന്നത് പീഡനം തന്നെയാണ്. എന്നിരുന്നാലും ഇതിലൊക്കെ ഒരു വശപ്പശക്ക് മടക്കുന്നതുകൊണ്ട് അന്വേഷണം നല്ല ഊർജ്ജത്തിൽ തന്നെ വേണം. ഈ അന്വേഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിന്റെ മൊത്തം കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പൊ സർക്കാരാണ്. ഇനി അതിനി എന്തരാവോ എന്തോ. കള്ളം കപ്പലിൽ തന്നെ എന്നൊക്കെ ഒരു അശരീരം ഉണ്ട്, പറയാൻ പറ്റൂല. ഇനി തേഞ്ഞു മാഞ്ഞു പോകാനും സാധ്യതയില്ലാതില്ല. എന്തായാലും അന്വേഷണം ഊർജിതമായിട്ട് നടക്കട്ടെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു ടീമാണ് നമ്മളെ ഈ പാർവതിയും ടീമും. ഇതിനെയൊക്കെ ഇത്രയും കൊണ്ട് എത്തിച്ചത് ഇവരൊക്കെ അല്ലേ. ഇതിനൊക്കെ ഒരു തീർപ്പുണ്ടാവോ എന്തോ. തീർപ്പ് എങ്ങനെങ്കിലും നമ്മൾ കണ്ടെത്തും. അത് കേട്ടാ മതി. ഇവിടെ പിന്നെ ഈ അമ്മ സംഘടനയുള്ള കുറച്ച് പേര് ചെയ്ത തെറ്റിന് നമ്മളെ ഈ അമ്മ സംഘടന മൊത്തത്തിൽ ക്രൂശിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഓരോരുത്തരായിട്ട് പുറത്തു വന്നോണ്ടിരിക്കുകയല്ലേ, കണ്ടു തന്നെ അറിയാൻ ഇനി എത്ര പേരുണ്ടെന്ന്. ഇവിടെ പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാ, ഈ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവന്മാർക്കാണ് ഈ ഓരോരോ പണികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിയാണ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, മുകേഷ്, സിദ്ദിഖ്, റിയാസ് ഖാൻ, ജയസൂര്യ, സംവിധായകർ രഞ്ജിത്ത്, അലൻസിയർ, ബാബുരാജ്, ശ്രീകുമാർ മേനോൻ, നമ്മുടെ ഒടിയൻ, ഒടിയൻ, അങ്ങനെ ലിസ്റ്റുകൾ വന്നോണ്ടിരിക്കണേ ഉള്ളൂ. ഇനി ആരൊക്കെ ഉണ്ടെന്ന് കണ്ടു തന്നെ അറിയാം. ഈ പറഞ്ഞവന്മാരിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്മാരുടെ കട്ടയം പടം അടച്ച് കൈ കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തില്ല എന്ന് വെക്കുക, അത് അവർക്ക് തെളിയിക്കാനുള്ള അവസരം ഉണ്ടല്ലോ. ഇവർക്ക് പറ്റിയ തെറ്റെന്താന്ന് വെച്ചാലേ, ഈ സംഘടനയിലെ പ്രശ്നം ലേഡീസ് വന്നെങ്കിൽ ഇതുപോലെ ക്രമമൊക്കെ പറഞ്ഞിട്ടും ഇവരിതിന് നല്ലൊരു നടപടി എടുത്തില്ല. അന്ന് നല്ലൊരു നടപടി ഇതിന് എടുത്തിരുന്നെങ്കിൽ ഇത്രയും നാണം കെടൂലായിരുന്നു. അപ്പൊ ഇത് എന്റെ ഒരു അഭിപ്രായം പറയുന്ന ഒരു വീഡിയോ ആണ്. സാധാരണ നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാത്തതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.